ശ്രീനാരായണ സേവാ സഭ, ശ്രീനാരായണ വനിതാ സമാജം, ശ്രീനാരായണ യുവജന സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷം തറവട്ടം ശ്രീനാരായണ നഗറിൽ വെച്ച് നടന്നു. അതേ ദിവസം രാവിലെ 10-ന് സഭാ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം കുഴിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ സേവാ സഭ സെക്രട്ടറി MP ഗോപാലൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീനാരായണ സേവാ സഭ പ്രസിഡന്റ് VA ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. കുഴിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ അവാർഡ് വിതരണം ചെയ്തു. SNEF കേന്ദ്ര സമിതി സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പോലീസ് ഹോംഗാർഡ് MJ തോമസ് മുഖ്യാതിഥിയായി. സുധർമ്മോദയം സഭാ പ്രസിഡന്റ് SP രവീന്ദ്രൻ, ഷൈബി ഗോപാലകൃഷ്ണൻ, AC അനിൽകുമാർ തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ശ്രീനാരായണ സേവാ സഭ വൈസ് പ്രസിഡന്റ് KP ദമനൻ കൃതജ്ഞത പറഞ്ഞു. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളുടങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയെന്നും തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമായി സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർത്തുരുന്നി അകവും പുറവും തീങ്ങും മഹിമവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനേ ചെയ്യും. എല്ലാ കൊല്ലവും നടത്തി വരുന്നത് നമ്മൾ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രാമുഖ്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസ അവാർഡ് ചടങ്ങുകൾക്കാണ്. ഇപ്രാവശ്യവും നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാനുള്ള അവസരവും വന്നു ചേർക്കുന്നുണ്ട്. ആദരിക്കപ്പെടേണ്ട വ്യക്തികളെ കണ്ടെത്തി അവരെ ഉചിതമായ രീതിയിൽ തന്നെ സഭയുടെ ആദരവ് നൽകുവാൻ സഭ തുടങ്ങിയ കാലം തുടങ്ങി. ഇന്നിപ്പോൾ 60 വർഷം പിന്നിട്ടിട്ടുള്ള സഭയാണ് നമ്മുടേത്. സഭ അതിൻ്റെ ഭരണാധികാരികൾ പ്രധാനങ്ങളാണ്. എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. വർഷങ്ങളായി പ്രൈവറ്റ് ബസ് ഓടിച്ചു, KSRTC ഓടിച്ചു, ഇപ്പോൾ സ്വന്തം വാഹനം ഓടിക്കുന്നു. എങ്കിലും പറവൂർ മേഖലയിൽ KSRTC ഓടിച്ചിരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചില സിഗ്നലിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിന് ഒരു വിധത്തിലും നമുക്ക് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ടുപോകാൻ പറ്റാത്തൊരു സമയം. പക്ഷെ സാറ് വന്നതിന് ശേഷം ഞാൻ KSRTC പോകുന്നതിന് ശേഷമാണ് സാർ പറവൂരിൽ വരുന്നത്. അതിനുശേഷം പിന്നെ ഞാനിപ്പോൾ വണ്ടി കൊണ്ട് പോകുമ്പോഴും നമുക്കൊരു തടസ്സം കൂടാതെ സാർ ഡ്യൂട്ടിയിലുണ്ടെങ്കിൽ യാതൊരു പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഡ്രൈവർമാരായി ഞങ്ങൾക്ക് സാധിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. പിന്നെ നമ്മുടെ സഭയുടെ സുധർമ്മോദയ സഭ പ്രസിഡന്റ് രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ്, വനിതാ സംഘ സെക്രട്ടറി, യുവജന സംഘം പ്രസിഡന്റ്, സെക്രട്ടറി. നമ്മുടെ ഈ ശ്രീനാരായണ നമ്മുടെ പിതാക്കന്മാർ നമ്മൾക്ക് 64-ൽ തുടങ്ങി വെച്ച ഈ ഈഴവ അന്ത്യപചാര സേവാ സംഘം എന്നുള്ളത് നമ്മൾ 2005-ൽ ശ്രീനാരായണ സഭയായി ഉയർത്തി. നമുക്കെല്ലാവർക്കും അറിയാം 170ാമത് ജയന്തി ദിനമാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലയളവിലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ദർശനങ്ങളും നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് കാരണമാകുന്നുണ്ട് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഏറ്റവും ആദ്യമായി തന്നെ പറയട്ടെ, നമ്മളുടെ ഇന്ന് അനുമോദിക്കപ്പെടുന്ന കുട്ടികൾക്ക് എല്ലാ ആശംസകളും ആദ്യമായിട്ട് നേരുകയാണ്. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. വിദ്യാഭ്യാസത്തിലൂടെ വലിയ മാറ്റം നമ്മളുടെ സമൂഹത്തിന് വരും എന്ന് അദ്ദേഹം അക്കാലത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കാൻ
നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് സാഹിത്യ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് ശ്രീനാരായണൻ. അദ്ദേഹം എഴുതിയ നിരവധി കൃതികളുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള നിരവധി കൃതികളുണ്ട്. അതിൽ കുറച്ചെങ്കിലും വായിക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ ബൗദ്ധിക നിലവാരത്തിന് വലിയ മാറ്റം വരും. ഒരു കാലത്ത് ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുമായിരുന്നു, പക്ഷെ പിന്നീട് എപ്പോഴും അത് നഷ്ടപ്പെട്ടു പോയി. വീണ്ടും വായിച്ചു തുടങ്ങിയപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വായിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ചില രണ്ട് വരികളിലൂടെ വലിയ സന്ദേശം നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അവനവൻ സുഖത്തിനാചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരണം, എല്ലാം ഉണ്ട് അതിനകത്ത്, അല്ലെ? നമ്മൾ മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കണം എന്ന കൃത്യമായ സന്ദേശം അതിലുണ്ട്. അപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അറിയാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വലിയ മാറ്റം നമുക്ക് വരുത്താൻ വേണ്ടി കഴിയും. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ നാട് നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വലിയ ജാതി വിവേചനത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികളിൽ അതിനെക്കുറിച്ച് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. വലിയ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ആ കാലഘട്ടത്തിൽ ആ മേധാവിത്വത്തിന്റെ ഭാഗമായി അന്ന് താഴ്ന്ന ജാതിക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ആളുകൾ എത്ര വലിയ അസമത്വവും ക്രൂരതയും ഒക്കെയാണ് അനുഭവിച്ചിരുന്നത് എന്ന് നമുക്കിന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ കാലഘട്ടത്തിൽ അതിനെതിരെ പോരാടാൻ കഴിയുക എന്നത് പോലും ചിന്തിതമായിരുന്നില്ല. കാരണം അത്തരത്തിൽ ഇറങ്ങുന്ന ആൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഒതുക്കാനുള്ള, അതിനെ തടയിടാനുള്ള ശ്രമങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. ആ ഒരു ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു ആ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും അതിൽ വലിയ രീതിയിൽ നമ്മളുടെ നവോത്ഥാനത്തിന് മുമ്പുള്ള ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന ലോകത്തിലേക്ക് വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതുമില്ലാതെ സർവരും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വി എ ഗിരീശൻ ചേട്ടൻ, സ്വാഗതം ആശംസിച്ച എം പി ഗോപാലൻ ചേട്ടൻ, ഉദ്ഘാടനം നടത്തിയ പ്രസിഡന്റ് പുൽപ്പള്ളി പഞ്ചായത്ത് KS നിതിൻ സാർ, പ്രഭാഷണം നടത്താൻ വന്നിരിക്കുന്ന KP ഗോപാലകൃഷ്ണൻ ചേട്ടൻ, ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന SP രവീന്ദ്രൻ ചേട്ടൻ, ശ്രീമതി ഷൈബി ഗോപാലകൃഷ്ണൻ ചേച്ചി, AC അനിൽകുമാർ, കൃതജ്ഞത അർപ്പിക്കുന്ന KP ദമനൻ ചേട്ടൻ, മറ്റ് ശാഖ അംഗങ്ങളെ, ഇന്ന് അവാർഡ് സ്വീകരിച്ച എൻ്റെ പൊന്നോമനകളായ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ ഗുരുവന്ദനം. 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നിങ്ങൾക്ക് ഞാൻ നേരുകയാണ്. വളരെ സന്തോഷവും അഭിമാനവും ആനന്ദവും ഉണ്ടെനിക്ക് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ. ഇതിനു മുമ്പ് എൻ്റെ ശാഖയിൽ, ഞാൻ താമസിക്കുന്ന അവിടുത്തെ ശാഖയിൽ എനിക്ക് ചെറിയൊരു ആദരവ് തന്നിരുന്നു. ചെറിയതല്ല, വലിയൊരു ആദരവ്. പക്ഷെ അത് ചതയ ദിനത്തിനായിരുന്നില്ല എന്ന് മാത്രം, വേറെ അവരുടെ വാർഷിക ദിനത്തിനായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് എനിക്ക് ചതയ ദിനത്തിന് ഇങ്ങനെ ഇത്രയും വലിയൊരു ആദരവ് ലഭിക്കുന്നത്. അതിനെ യോഗ്യനാക്കിയ തറവട്ടം ശാഖയിലെ എല്ലാ ശ്രീനാരായണീയർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത്രയും ദൂരെ നിന്ന് എന്നെ വിളിച്ച് ഇത്രയും വലിയൊരു ആദരവ് തന്നതിന് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ
നിങ്ങൾക്ക് ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് പറഞ്ഞു തരാനും പ്രഭാഷണം നടത്താനും ഒക്കെ ശ്രീ ഗോപാലകൃഷ്ണൻ ചേട്ടനുണ്ട്. എങ്കിലും ഞാൻ ഇവിടെ വന്നിട്ട് 2 വാക്ക് പറയാതെ പോയാൽ പോകുന്ന വഴിക്ക് വഴിമധ്യേ ഗുരുദേവ ഭഗവാൻ എൻ്റെ അടുത്ത് ചോദിക്കും, എടാ മോനെ തോമാസേ, നിനക്ക് ഇങ്ങനൊരു അവസരം തന്നിട്ട് നീ എന്തേ ഒന്നും പറയാതെ പോന്നെ എന്ന് ചിലപ്പോ ഭഗവാന്റെ അടുത്ത് ചോദിക്കും. ഭഗവാനെ വിഷമമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ശ്രീ ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ സമയത്തിൽ നിന്ന് 5 മിനിറ്റ് ഞാൻ കടമെടുക്കുകയാണ്. സമ്മതമാണോ? തിരിച്ചടവില്ലാത്ത കടമാണ്. അപ്പോ നമ്മളിന്ന് വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് നാം എല്ലാവരും സമ്മേളിച്ചിരിക്കുകയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം ഘോഷയാത്രയുണ്ട്. ഞങ്ങൾക്കും ഉണ്ട് പറവൂര് അട്ടിപ്പൻ ഘോഷയാത്രയുണ്ട്. ഏകദേശം 2.5 മണിക്ക് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണിയാവും തീരുമ്പോൾ പല പല കാവ്യമേള, പഞ്ചാരി മേള, അങ്ങനെ ഇങ്ങനെ പല നല്ല രസമാണ്. ഇപ്പൊ ഞാനിവിടെ 2 വാക്ക് ഗുരുദേവനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മലബാർ മേഖലയിൽ, അതായത് ഇപ്പോഴത്തെ കോഴിക്കോട്, കണ്ണൂർ, വയനാട് എന്ന് പറയുന്ന ആ ജില്ലകളിൽ ഒരു ജില്ലയിലെ സ്കൂളിൽ, ഇത് ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലാത്തവരും ഉണ്ടാവും. ഇപ്പൊ കേട്ടിട്ടുള്ളവരാണെങ്കിൽ എന്നെ ഒന്ന് ക്ഷമിച്ചിരിക്കുക. ഇപ്പൊ സ്കൂളിൽ PTA മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു മെയിൻ വിഷയം ഉന്നയിച്ചു. ഒരു മെയിൻ വിഷയം അതിനകത്ത് വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ മക്കളെ മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം എന്താണെന്ന് പഠിപ്പിക്കണം. അപ്പൊ അതെങ്ങനെ പഠിപ്പിക്കും? അപ്പോ അധ്യാപകരും രക്ഷകർത്താക്കളും പറഞ്ഞേ, നമുക്കൊരു കാര്യം ചെയ്യാം. വരുന്ന 3 ദിവസങ്ങളിൽ വിവിധങ്ങളായ ആരാധനാലയങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള മതപുരോഹിതന്മാർ, ആചാര്യന്മാരുമായിട്ട് ഈ മതങ്ങളെ കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഒരറിവ് ലഭിക്കും. അങ്ങനെ ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ അവര് PTA മീറ്റിംഗ് നിർത്തി അടുത്ത ദിവസം മുതൽ നമുക്ക് സന്ദർശിക്കാൻ പോകാമെന്നുള്ള തീരുമാനമെടുത്തു. അങ്ങനെ ആദ്യം അവർ പോയത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്കാണ്. ക്രിസ്ത്യൻ പള്ളിയിൽ ചെന്നു. അവിടുത്തെ മതപുരോഹിതൻ അവരെ മധുര പലഹാരങ്ങൾ മറ്റും കൊടുത്ത് സ്വീകരിച്ചിരുത്തി. അവർക്ക് സന്തോഷമായി. അതിനുശേഷം പുരോഹിതൻ പറഞ്ഞു, യേശുദേവൻ നമ്മളെ പഠിപ്പിക്കുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അതേപോലെ തന്നെ സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് യേശുദേവൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം അവര് കേട്ട് ക്രിസ്തുമത പള്ളിയിൽ നിന്ന് അവസാനം പോരാൻ നേരത്ത് ആ മതപുരോഹിതൻ ഒരു വാക്കും കൂടി പറഞ്ഞു, നീയും നിന്റെ കുടുംബവും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിള്ളേര് തിരിച്ചു പോകും. അടുത്ത ദിവസം അവർ പോയത് ഒരു മുസ്ലിം പള്ളിയിലേക്കാണ്. മുസ്ലിം പള്ളിയിൽ ചെന്നപ്പോൾ ഇതേപോലെ തന്നെ അവിടുത്തെ മതപുരോഹിതൻ അവരെ സ്വീകരിച്ചിരുത്തി മധുരപലഹാരങ്ങളെല്ലാം കൊടുത്തു. അതിനുശേഷം അവരോട് ഖുർആനിലെ മഹത്വചനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഏകദൈവമായ അല്ലാഹുവിൽ വിശ്വസിക്കുവിൻ, നിനക്കും നിന്റെ കുടുംബത്തിനും മോക്ഷം ലഭിക്കും, സ്വർഗരാജ്യം ലഭിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം അവരവിടെ നിന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. 3-ാം ദിവസം സ്വാഭാവികമായിട്ടും അവർ പോവേണ്ടത് ഒരു ഹിന്ദു ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ മലബാറിലെ ഒരു പ്രസിദ്ധമായ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എത്ര പേര് വേണമെങ്കിലും വന്നോ, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം?
നമ്മളിപ്പോ സാധാരണ ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ മതിലുമേ കറുത്ത പെയിന്റ് അടിച്ച് വെളുത്ത അക്ഷരത്തിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയേക്കണതാണ്. വഴിപാടുകളെ കുറിച്ചാണോ? അല്ല. ആണോ? അല്ല. അല്ലെങ്കിൽ പാദരക്ഷകൾ പുറത്തിടുന്നത് എന്നാണോ? അല്ല. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഇതര മതസ്ഥരായ ആരും തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അപ്പൊ അധ്യാപകരും രക്ഷകർത്താക്കളുമായ ആശയക്കുഴപ്പത്തിലായി. ഇത് നേരത്തെ 2 ദിവസം നമ്മൾ സന്ദർശിച്ച ആരാധനാലയങ്ങളിലൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മതേതരത്വം. ഇതിപ്പോ ഞാൻ കുട്ടികളോട് പറയും. ആകെ ആശയക്കുഴപ്പത്തിലായിട്ട് നിൽക്കുമ്പോൾ ഒരു അധ്യാപകൻ പറഞ്ഞു, നമുക്ക് പ്രശ്നമില്ല, നമുക്കിവിടെ മറ്റൊരു ക്ഷേത്രമുണ്ട്, സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? അങ്ങനെ അധ്യാപകർ ആ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു. അപ്പൊ അവിടുത്തെ ക്ഷേത്ര ആചാര്യൻ പറഞ്ഞു, അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളൊരു 100-300 പേര് നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് അധ്യാപകരും രക്ഷകർത്താക്കളും പറഞ്ഞപ്പോൾ അവിടെയുള്ള ആചാര്യൻ പറഞ്ഞു, നിങ്ങൾ എത്ര പേര് വരുമെന്ന് വ്യക്തമായി പറയണം. കാരണം ഇവിടെ വരുന്ന ഒരാള് പോലും ഭക്ഷണം കഴിക്കാതെ മടങ്ങരുത്, ഭക്ഷണം കിട്ടാതെ മടങ്ങരുത്. അങ്ങനെ പിറ്റേ ദിവസം പിള്ളേരും രക്ഷകർത്താക്കളും അധ്യാപകരൊക്കെ കൂടി ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ചെന്നു. അവിടുത്തെ സ്വാമി അവർക്ക് ആദ്യം തന്നെ ദൈവദശകം ചൊല്ലിക്കൊടുത്തു. അതിനുശേഷം സ്വാമി പറഞ്ഞു, എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ്, എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ്. പല പുഴകൾ പല വഴികളിലൂടെ ഒഴുകി മഹാസമുദ്രത്തിൽ കടലിൽ പതിക്കുന്നത് പോലെ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ്. ഈ ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയമാണ്. ഗുരുദേവൻ ഭഗവാൻ നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഏതു മതത്തിൽ ജനിച്ചവരാണെങ്കിലും മനുഷ്യത്വമുള്ളവരായിരിക്കണം എന്നാണ് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ ഉപദേശിക്കുന്നത്. സ്വാഭാവികം, ഞാനൊരു ക്രിസ്തു മതത്തിൽ ജനിച്ച ആളാണ്. എന്നോട് ക്രിസ്തുദേവൻ പറയുന്നത്, അയൽക്കാരെ നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക, സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുക. ഇവിടെ നമ്മൾ അയൽക്കാരനോട് വെറുപ്പും, സ്നേഹിതനെ കൊല ചെയ്യാൻ നടക്കുമ്പോൾ ഞാൻ എന്റെ മതത്തിൽ വെറും ശൂന്യനാണ്, വട്ടപൂജ്യമാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത്, നിങ്ങൾ ഏതു മതത്തിൽ ജനിച്ചവരാണെങ്കിലും എന്തുള്ളവരായിരിക്കണം? മനുഷ്യത്വമുള്ളവരായിരിക്കണം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനും മോക്ഷം ലഭിക്കും. നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചവരാണെങ്കിലും മനുഷ്യത്വമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മോക്ഷം ലഭിക്കും. അങ്ങനെ കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ തിരിച്ച് പോകുന്നു. പിറ്റേ ദിവസം സ്കൂളിൽ അസംബ്ലി കൂടിയപ്പോൾ പ്രധാന അധ്യാപകൻ അസംബ്ലിക്കകത്ത് വന്നു പറഞ്ഞു, നമ്മൾ 2-3 ദിവസങ്ങളായി വിവിധങ്ങളായ ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയുണ്ടായി, വിവിധങ്ങളായ മതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി, സംസാരിക്കുകയുണ്ടായി. അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച അറിവുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു മിടുക്കനായ വിദ്യാർത്ഥി വന്ന് ഇവിടെ പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊരു മിടുക്കനായ വിദ്യാർത്ഥി എഴുന്നേറ്റ് വന്ന് പറയാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയ കൂട്ടുകാരെ, നമ്മൾ 3 ദിവസമായി നമ്മൾ വിവിധങ്ങളായ ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ആദ്യം ഞങ്ങൾ പോയത് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ജോസഫിന്റെ പള്ളിയിലാണ് പോയത്.
ഞങ്ങൾക്ക് ചെന്നപ്പോൾ സന്തോഷമായി. ഞങ്ങൾക്ക് മധുരപലഹാരങ്ങൾ തന്നു, മറ്റ് കാര്യങ്ങൾ, യേശുദേവന്റെ വചനങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു. അവസാന ഭാഗം പുരോഹിതൻ ഞങ്ങളോട് പറഞ്ഞു, നീയും നിന്റെ കുടുംബവും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി. കാരണം ഞങ്ങളുടെ ജോസഫും മറിയക്കും സ്വർഗരാജ്യം ലഭിക്കും, എനിക്കും പാത്തുമ്മക്കും പിന്നെ റഹീമിനും ഒന്നും സ്വർഗരാജ്യം ലഭിക്കില്ല. ശിവനും സോമനും പാർവതിക്കും കല്യാണിക്കും ഒന്നും സ്വർഗരാജ്യം ലഭിക്കില്ല. ജോസഫിനും മറിയക്കും മാത്രമേ സ്വർഗരാജ്യം ലഭിക്കൂ എന്ന് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. അടുത്ത ദിവസം ഞങ്ങൾ പോയത് എന്റെ മുസ്ലിം പള്ളിയിലാണ്. അവിടെ ചെന്നപ്പോഴും അവിടുത്തെ മതാചാര്യൻ പറഞ്ഞത്, ഏകദൈവമായ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബത്തിനും മോക്ഷം ലഭിക്കും, സ്വർഗരാജ്യം ലഭിക്കും എന്ന്. അപ്പോഴും എന്റെ മനസ്സ് വേദനിച്ചു. എനിക്കും റസിയയ്ക്കും ഫാത്തിമയ്ക്കും കിട്ടുന്ന സ്വർഗരാജ്യം ജോസഫിനും മറിയക്കും മത്തായിക്കും ശിവനും പ്രസാദിനും ലക്ഷ്മിക്കുട്ടിക്കും ഒന്നും കിട്ടില്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് വിഷമമായി. 3-ാം ദിവസം ഞങ്ങൾ ചെന്ന ക്ഷേത്രത്തിൽ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. അവിടുത്തെ ആചാര്യൻ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചവരാണെങ്കിലും മനുഷ്യത്വമുള്ളവരായിരുന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മോക്ഷം ലഭിക്കുമെന്ന്. ആ ഗുരുദേവ ദർശനങ്ങളാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് പകർന്നു തരേണ്ടത്. ഞങ്ങൾക്ക് വായിക്കണം, പഠിക്കണം. നാളെയുടെ തലമുറയാണ് ഞങ്ങൾ, നാളെയുടെ വാഗ്ദാനമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ദർശനങ്ങൾ, മനുഷ്യത്വത്തോടുകൂടി ജീവിക്കാനുള്ള ഗുരുദേവ ദർശനങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തരൂ. ഞങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, തലമുറകളാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഏതു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ഗുരുദേവ ദർശനങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യരായിട്ട് മനുഷ്യത്വമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം. അതാണ് ഗുരുദേവപ്പെട്ട എല്ലാ ആളുകളോടും നന്ദി പറയുകയാണ്. എൻ്റെ മകളുടെ മകളാണ് കൃഷ്ണപ്രിയ. MG യൂണിവേഴ്സിറ്റിയിൽ BSc കെമിസ്ട്രിക്ക് റാങ്ക് കിട്ടിയതിൻ്റെ സമ്മാനമാണ് എനിക്കിവിടെ കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പം ആ കുട്ടി വരാൻ സാധിച്ചില്ല. കുട്ടിക്ക് കോട്ടയത്ത് MScക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഏറ്റുവാങ്ങിയത്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 170ാമത് തിരുനാൾ ആഘോഷത്തിൻ്റെ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വയനാട് നമ്മളുടെ സഹോദരന്മാർ അപ്രതീക്ഷിതമായുണ്ടായ ഉരുൾപൊട്ടലിൽ 500-ലധികം ജീവനുകൾ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം നമ്മളുടെ ഉള്ളിലുണ്ട്. അവരെ എല്ലാവരെയും കേരളത്തിലെ ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും വിവിധ സംഘടനകളും SNDP പോലെയുള്ള മനുഷ്യരിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി സംഘടനകൾ അവരെ ഹൃദയത്തിൽ താങ്ങി നിർത്തിക്കൊണ്ട് അവരെ ഉന്നതമായ അവരുടെ നിലനിൽപ്പിന് വേണ്ട എല്ലാ നടപടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദുഃഖത്തിൻ്റെ മുന്നിലും ശ്രീനാരായണ ഗുരുദേവ ജയന്തി നാടെങ്ങും വലിയ കൊട്ടിഘോഷങ്ങളില്ലാതെ അത് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മഹത്തരമായ സഭകളിൽ ഒന്നായ ശ്രീനാരായണ സേവാ സഭ തറവട്ടവും ഈ ആഘോഷം അതിൻ്റെ പ്രൗഢികൾ കുറച്ചുകൊണ്ട് അതിൻ്റെ ആചാരങ്ങളെല്ലാം നടത്തി ഇന്ന് രാവിലെ മുതൽ ഇവിടെ 6 മണി മുതൽ ഇതിൻ്റെ പ്രഭാതവേദി മുഴക്കി തുടങ്ങിയിരിക്കുകയാണ്. ആ മഹാവേദിയിൽ ഈ ഉള്ളവനെ കൂടി തറവട്ടം സഭ സ്വീകരിച്ചതിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ
സ്വീകരണമെല്ലാം കഴിഞ്ഞിട്ട് മതി എൻ്റെ സംസാരം എന്ന് ഞാൻ പറയാൻ കാരണം നമ്മളുടെ തോമസ് സാറിനെ പോലെയുള്ളവരുടെ വർത്തമാനത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥവും കാമ്പുമെല്ലാം ലഭിച്ചു. തോമസ് സാറ് പറഞ്ഞ കാര്യങ്ങൾ ഏതു മതത്തിനേക്കാൾ അതീതമായി മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാമ്യത എന്ന അരുളി ചെയ്ത ശ്രീനാരായണ ഗുരുദേവന്റെ മനുഷ്യനിലെ മനുഷ്യത്വമാണ് അവൻ്റെ ജാതിയാകേണ്ടത്. ക്രൈസ്തവ മതമോ ഇസ്ലാം മതമോ ഹൈന്ദവ മതമോ അല്ല ഇവിടെ വേണ്ടത്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി. എത്രയോ മനോഹരമായിട്ടാണ്, വളരെ ലളിതമായി തോമസ് സാർ നമ്മളുടെ മുന്നിൽ വെച്ചു. അത് കേൾക്കുക എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ഒരു ശ്രീനാരായണ ഭക്തന്റെ ഏറ്റവും വലിയ കർമ്മം എന്ന് ഞാൻ കരുതുകയാണ്. അത് എനിക്കിവിടെ വന്നപ്പോൾ തോമസ് സാറിൽ നിന്ന് ലഭിച്ചു. യുവജന സംഘടനയുടെയും ഉപഹാരങ്ങൾ നൽകിയ